ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെയൊക്കെ പ്ലംബിങ് ചെയ്യുമ്പോൾ പുറത്ത് പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് എത്ര സെൻറ്റിമീറ്റർ താഴ്ചയിലാണ് നമ്മൾ പൈപ്പ് കിടക്കേണ്ടത്, അന്ന് ഓവറായിട്ട് താഴ്ന്നു പോകേണ്ട ആവശ്യമുണ്ടോ, എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കുന്നത്. നമ്മൾ ആദ്യമേ തന്നെ നോക്കുക, ഇതിപ്പോൾ നിങ്ങൾ ചെയ്ത പോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ പ്ലംബിങ് ചെയ്ത് കഴിയുമ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മൾ ഇതിൻ്റെ ബെൽറ്റ് കണ്ടോ, ബെൽറ്റിൽ നിന്ന് താഴേക്ക് മിനിമം ഏറ്റവും കുറഞ്ഞത് നമ്മൾ സാധാരണ മണ്ണിട്ട് ലെവൽ ചെയ്യുന്നത് 45 സെൻറ്റിമീറ്ററാണ് കൊടുക്കുന്നത്. കണ്ടോ, ഈ എൻഡിൽ നിന്നും താഴേക്ക് നമ്മൾ കൊടുക്കുന്നത് 45 സെൻറ്റിമീറ്ററാണ് നോർമൽ ലെവലിൽ വരുന്നത്. അപ്പോൾ നമ്മൾ കട്ടയും കാര്യങ്ങളൊക്കെ വിരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഫിനിഷിംഗ് സ്റ്റേജ് വരുമ്പോൾ 45 സെൻറ്റിമീറ്റർ നമുക്ക് ഇതിൻ്റെ അടിവശം കിട്ടണം. ഇനി 45 അല്ല 40 കിട്ടിയാലും പ്രശ്നമില്ല, 40 കിട്ടിയാലും നമുക്ക് കുഴപ്പമില്ല. 40 സെൻറ്റിമീറ്റർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ബാക്കി വരുന്നതാണ് നമ്മൾ താഴേക്ക് പോകേണ്ട പൈപ്പിൻ്റെ അളവ് കാര്യങ്ങൾ വരുന്നത്. ബാക്കിയാണ് നമ്മൾ മണ്ണിട്ട് മൂടി ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 40 സെൻറ്റിമീറ്റർ എടുക്കുക. കട്ട വിരിക്കുന്നുണ്ടെങ്കിൽ 5 സെൻറ്റിമീറ്റർ അതിൻ്റെ കനം കൂടി കൂട്ടിയിട്ട് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ 40 നമ്മുടെ ഫിനിഷിംഗ് ലെവൽ വരുന്നത്. ഇനി കട്ട വിരിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ 5 സെൻറ്റിമീറ്ററും കൂട്ടിയിട്ട് അപ്പോൾ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ 45 സെൻറ്റിമീറ്റർ. 45 സെൻറ്റിമീറ്റർ താഴേക്കാണ് നമ്മൾ ഈ പറയുന്ന ഫിറ്റിങ്സും അതുപോലെ തന്നെ കംപ്ലീറ്റ് കാര്യങ്ങളും കിടക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഡ്രൈനേജിൻ്റെ സിസ്റ്റം ആണെങ്കിലും വെള്ളത്തിൻ്റെ സിസ്റ്റം ആണെങ്കിലും നമ്മൾ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഈ 45 സെൻറ്റിമീറ്ററാണ് നോർമൽ ലെവലിൽ കാര്യങ്ങളെല്ലാം വരുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, ഈ സൈഡിലാണെങ്കിലും നോക്കി അറിയാൻ പറ്റും. അതായത് നമ്മുടെ തറയുടെ ഹൈറ്റാണ് ഈ പറയുന്നത്. താഴെ മുകളിൽ ബെൽറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് അതിൽ തറയിൽ വരുന്ന ഇതാണ് വരുന്നത് 45 സെൻറ്റിമീറ്ററാണ് നോർമൽ ലെവലിൽ വരുന്നത്. അതിനുശേഷം അതിലേക്ക് വരുന്ന താഴ്ചയിൽ എത്രയും ഒരുപാട് താഴേക്ക് കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത്. ആവശ്യത്തിന് താഴ്ച കൊടുക്കുക. കാരണം ഡ്രൈനേജൊക്കെ നമ്മൾ ഓവറായിട്ട് താഴ്ത്തി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ കുഴിയിലേക്ക് ലെങ്ത്ത് കൂടുന്നതനുസരിച്ച് അവിടെ ചെല്ലുമ്പോൾ കുഴിയുടെ പകുതിയായിരിക്കും അല്ലെങ്കിൽ ഒരു ഭാഗം തന്നെ നഷ്ടപ്പെടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഒരു 45 സെൻറ്റിമീറ്റർ ആ ലെവലിൽ നമ്മൾ ഇവിടുന്ന് സ്ലോപ്പ് ചെയ്ത് കറക്റ്റായിട്ട് കുഴിയുടെ അടുത്തേക്ക് സെപ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ ഡ്രൈനേജിൻ്റെ ആണെങ്കിലും എന്തിൻ്റെ ആണെങ്കിലും കുഴിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ആ ലെവലിൽ കുഴിയുടെ ഏറ്റവും മുകളിൽ തന്നെ നമുക്ക് കിട്ടുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല വെള്ളത്തിൻ്റെ ലെവലിൽ നമുക്ക് പ്രശ്നങ്ങൾ വരുന്നില്ല. നമുക്ക് ഡ്രൈനേജ് സിസ്റ്റത്തിലാണ് ഈ പ്രശ്നങ്ങൾ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഓവറായിട്ട് നമ്മളിവിടെ താത്തി, അതായത് 45 സെൻറ്റിമീറ്ററിനേക്കാൾ കഴിഞ്ഞ് നമ്മൾ ഇതിനേക്കാൾ സെൻറ്റിമീറ്റർ ഒരു 60 സെൻറ്റിമീറ്ററൊക്കെ താത്തി നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുഴി നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുഴി ഉണ്ടെങ്കിൽ തന്നെ കുഴിയുടെ പകുതി വരുന്ന ലെവലിലായിരിക്കും. കുഴി നന്നായിട്ട് താഴ്ന്നു പോയിട്ടായിരിക്കും കുഴിയുടെ പകുതി ലെവലിലായിരിക്കും നമ്മുടെ 4 ഇഞ്ച് പൈപ്പിൻ്റെ ഡ്രൈനേജൊക്കെ വരുന്നത്. അപ്പോൾ കുഴിയുടെ സ്പേസ് കുറയാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇവിടെ നിന്ന് 40 സെൻറ്റിമീറ്റർ അറേഞ്ച് ചെയ്ത് പിടിച്ചതിന് ശേഷം കുഴി നമ്മൾ ഇടുന്ന സമയത്ത് ഇതിൽ നിന്നും വാട്ടർ ലെവൽ കറക്റ്റ് ചെയ്തിട്ട് ഏകദേശം ലെങ്ത്തിനനുസരിച്ചിട്ട് എത്രയാണോ ലെങ്ത്ത് വരുന്നത്, 1 മീറ്ററിന് ഇത്ര സെൻറ്റിമീറ്ററാണ് സാധാരണ സ്ലോപ്പ് വരുന്നത്. അതിനനുസരിച്ചിട്ട് എത്ര പൈപ്പാണ് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ ലെങ്ത്ത് അനുസരിച്ചിട്ട് നമ്മൾ അത്രയും സെൻറ്റിമീറ്റർ താത്തിയാണ് നമ്മൾ സെപ്റ്റിക്കിൻ്റെ കുഴി അറേഞ്ച് ചെയ്യുന്നത്. വാട്ടർ ലെവലിൽ വേണം ചെയ്യാനായിട്ട്. ഇനി അതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ കമൻറ്റ് ചെയ്താൽ മതി, നമുക്കത് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. മാത്രമല്ല നമ്മൾ സെപ്റ്റിക് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം നമ്മുടെ തറയുടെ ഹൈറ്റും നമ്മൾ കൊണ്ടുപോകുന്ന സ്ലോപ്പിനനുസരിച്ചിട്ട് വേണം സെപ്റ്റിക് നമ്മൾ റെഡിമെയ്ഡ് ആണെങ്കിൽ റെഡിമെയ്ഡ് നമ്മൾ വാങ്ങിച്ചിടുന്ന സമയത്തും, അതല്ല റെഡിമെയ്ഡ് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും സ്ലോപ്പ് നോക്കി എത്ര ലെങ്ത്ത് വരുന്നുണ്ട് അതിന് നോക്കിയിട്ട് വേണം ഇത്ര സെൻറ്റിമീറ്റർ താത്തി വേണം നമ്മൾ ഈ പറയുന്ന സെപ്റ്റിക് കാര്യങ്ങൾ കൊടുക്കാനായിട്ട്. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ സെപ്റ്റിക് ടാങ്കിൻ്റെ നല്ലൊരു ശതമാനം നഷ്ടപ്പെടും. കാരണം സെപ്റ്റി ടാങ്ക് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു 5000 ലിറ്റർ വരാവുന്ന രീതിയിലുള്ള സെപ്റ്റി ടാങ്ക് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിവിടുന്ന് ഒരുപാട് താത്തി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 500 ലിറ്ററിൻ്റെയോ 600 ലിറ്ററിൻ്റെയോ ഉപയോഗിക്കാൻ പറ്റാതെ താഴ്ചയിലേക്ക് പോകും. അപ്പോൾ അത്രയും കുറവ് നമുക്ക് സെപ്റ്റി ടാങ്കിന് വരും. അപ്പോൾ അത്രയും വലിയൊരു സെപ്റ്റി ടാങ്ക് ഉണ്ടാക്കിയിട്ട് വലിയ കാര്യമില്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ ഈ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിഞ്ഞ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കാണുന്ന ആളുകൾ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്, ലൈക്കും കൂടി ചെയ്തേക്കാം, ഷെയറും കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.